ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 23. എന്തായി കാര്യങ്ങൾ? എംബസിയിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ബെൻ ആകുലതയോടെ തിരക്കി. അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വരുന്ന വഴിക്ക് ഞാൻ ഡാഡിയെ വിളിച്ചിരുന്നു. എനിക്ക് ഒരുപാട് ദിവസം ഇവിടെ തങ്ങാനാകില്ല. പാസ്പോർട്ട് ശരിയായാൽ ഉടൻ തിരിച്ചു പോകണം. പക്ഷേ പോയാലും ഞാൻ പെട്ടെന്ന് തന്നെ മടങ്ങി വരും. എന്റെ കെയറിനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അത് പറയുമ്പോൾ ഡാനിയുടെ സ്വരമിടറി. അവരെയും കുറ്റം പറയാനാകില്ല ഡാനി. സ്വന്തം മകൻ യുദ്ധഭീതിയുള്ള ഇത്തരമൊരു രാജ്യത്ത് തങ്ങുന്നത് ഏതൊരു മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം, മീരയുടെ കാര്യങ്ങൾ ഞാൻ ലൂയിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കും ഒട്ടും വൈകാതെ മടങ്ങണം. വെറുതെ വീട്ടിലിരുന്നാൽ കാര്യം നടക്കില്ലല്ലോ. എങ്ങനെയെങ്കിലും കെയറിനെ പറ്റി അറിയണം. അവളെ കണ്ടുപിടിച്ച് നിന്നെ ഏൽപ്പിക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. അതിന് ഞാൻ ഹെഡ് ഓഫീസിൽ ഉണ്ടായേ മതിയാകൂ. ഡാനിയുടെ അവസ്ഥ കണ്ട് ബെൻ ആലോചനയോടെ പറഞ്ഞു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ബെൻ മീരയെ നോക്കി. മീര, നിന്റെ കയ്യിൽ ആവശ്യത്തിന് വസ്ത്രങ്ങളില്ലെന്ന് എനിക്കറിയാം. കേരന്റെ കുറച്ച് പഴയ വസ്ത്രങ്ങൾ കബോർഡിലുണ്ട്. ഇനിയിപ്പോൾ അതുപയോഗിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് പുതിയവ വാങ്ങാം. എന്തു പറയുന്നു? ബെൻ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് ആ വസ്ത്രങ്ങൾ തന്നെ ധാരാളമാണ്. പക്ഷേ അത്യാവശ്യമായ ചില സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ പണമില്ല. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായും തിരിച്ചു തന്നോളാം. എനിക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കാമോ? മീര വിനയത്തോടെ അഭ്യർത്ഥിച്ചു. തന്റെ സഹോദരിയോടുള്ള സ്നേഹത്തോടെ അവൾക്ക് ആവശ്യമുള്ള പണം ബെൻ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ അവന്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു നിന്നു. ഇപ്പോൾ പണത്തെപ്പറ്റി ഓർത്ത് ആവലാതിപ്പെടേണ്ട. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നീ തന്നെ പോയി വാങ്ങിക്കോളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. എനിക്ക് നീ എന്റെ കെയറിനെ പോലെ തന്നെയാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം മീരയുടെ ഉള്ളിൽ ബെന്നിനോട് അതുവരെ തോന്നിയിരുന്ന അകൽച്ച പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു. ഇയാൾ എന്തുമാകട്ടെ, യാതൊരു പരിചയവുമില്ലാത്ത തന്നെ പോലെ ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ ഇയാൾ കാണിക്കുന്ന കാരുണ്യം, അത് മാത്രം മതി ഇയാളുടെ മൂല്യം അളക്കാൻ. സഹജീവികളെ വേദനിപ്പിക്കാതെ ജീവിക്കുക എന്നതല്ലേ പ്രധാനം? മീര സ്വയം ചോദിച്ചു. രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് പുറത്ത് ജാക്ക് റോൾസ് ഓരിയിടുന്നുണ്ടായിരുന്നു. മനസ്സിലെ ഭാരം ഒന്ന് കുറയ്ക്കാൻ മീര വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. കൂരിരുട്ടാണെങ്കിലും അവൾക്ക് ഭയമൊന്നും തോന്നിയില്ല. നിലത്ത് വീണ് കിടന്ന മരക്കൊമ്പിലിരുന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അവിടെ എവിടെയോ ഇരുന്ന് തന്നെ നോക്കി പ്രാർത്ഥിക്കുന്ന തന്റെ മാതാപിതാക്കളെ അവൾ സ്വപ്നം കണ്ടു. ഓർമ്മകൾ കണ്ണുനീരായി പെയ്തിറങ്ങിയപ്പോൾ അവൾ വേഗം അത് തുടച്ചു മാറ്റി. മീര, ഞാനും കൂടെ ഇവിടെ ഇരിക്കുന്നതിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? തനിച്ചിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം. അതുകൊണ്ട് നിന്നോട് സംസാരിച്ചിരിക്കാമെന്ന് കരുതി. അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഡാനി അവൾക്കരികിലേക്കിരുന്നു. മീര ശാന്തമായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. താൻ എന്താ ആലോചിക്കുന്നത്? എന്തിനാണ് ഇത്രയേറെ പരീക്ഷണങ്ങൾ എന്നല്ലേ? ഞാനും അതൊക്കെ തന്നെ ആലോചിക്കുന്നത്. ഞാനും കേരനും ഒരുമിച്ച് എത്രയെത്ര സ്വപ്നങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായില്ലേ? എന്റെ കേരൻ അവളിപ്പോൾ എവിടെയായിരിക്കും? ഞാൻ നിന്നെ സംരക്ഷിക്കുന്നത് പോലെ ആരെങ്കിലും അവളെ സംരക്ഷിക്കുന്നുണ്ടാകുമോ? എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. അവൾക്കെന്തോ സംഭവിച്ചതുപോലെ. അവളുടെ തേങ്ങൽ എന്റെ കാതിൽ മുഴങ്ങുന്നു. ഡാനി നിയന്ത്രണം വിട്ട് കരഞ്ഞുകൊണ്ട് മീരയുടെ മടിയിലേക്ക് ചാഞ്ഞു. ആ പാവത്തിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മീര വിങ്ങിപ്പൊട്ടി. ഡാനി, കേരൻ നന്മയുള്ളവളാണ്. അവൾക്കൊന്നും സംഭവിക്കില്ല. അവൾ തിരിച്ചു വരും. നിന്നെ പോലെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരാളെ വിട്ടിട്ട് അവൾക്ക് എങ്ങോട്ടും പോകാനാകില്ല. അത് പറയുമ്പോൾ മീരയുടെ മനസ്സ് തേങ്ങുകയായിരുന്നു. കിച്ചൻ മടങ്ങി വരുമെന്നും തന്നെ നെഞ്ചോട് ചേർക്കുമെന്നും താനും പണ്ട് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നില്ലേ? അതെല്ലാം വെറുതെയായി. ഒരനാഥയെ പോലെ അലയാനായിരുന്നു തന്റെയും വിധി. എങ്കിലും വാക്കുകൾ കൊണ്ട് ഡാനിക്ക് ആശ്വാസം പകരേണ്ടത് തന്റെ കടമയാണെന്ന് അവൾ കരുതി. ആ രാത്രി പുലരുവോളം അവർ സംസാരിച്ചിരുന്നു. കേരനെ കുറിച്ചുള്ള ഓർമ്മകൾ ഡാനി പങ്കുവച്ചപ്പോൾ മീരയുടെ മനസ്സ് കിച്ചണിലേക്ക് മാത്രമായി ചുരുങ്ങി. പിറ്റേന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ബെൻ യാത്രയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. മീര, ഭക്ഷണം കഴിച്ചാൽ ഉടനെ നമുക്ക് ഹദാറിലേക്ക് പോകാം. അവിടെ ഒരുപാട് നഴ്സിംഗ് ഏജൻസികളുണ്ട്. നിന്റെ വിവരങ്ങൾ നൽകി പെട്ടെന്ന് തന്നെ നിനക്കൊരു ജോലി ശരിയാക്കണം. നിന്നെ സുരക്ഷിതയാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ജോലികളിലേക്ക് മടങ്ങാൻ. ആ വാക്കുകളിൽ നിറഞ്ഞ കരുതൽ മീരയെ വല്ലാതെ സ്പർശിച്ചു. അവൾ ആരും കാണാതെ കണ്ണുനീർ തുടച്ചു മാറ്റി. ഹേയ് മീര, നിന്നെ അന്വേഷിക്കാത്ത ഒരിടവുമില്ല. നീ എങ്ങനെ ഇവിടെ എത്തി? ഹദാറിലെ ഏജൻസിയിലേക്ക് കടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും ആ വിളിയുണ്ടായത്. അത് മിഖായേലായിരുന്നു. അദ്ദേഹത്തെ കണ്ടതും മീരയുടെ സങ്കടം അണപൊട്ടിയൊഴുകി. മീര, ഗിറ്റൽ എവിടെ? അമേരിക്കയിൽ നിന്നും അവരുടെ മകൻ വിളിച്ചിരുന്നു.
ഞാൻ നിങ്ങളെ എത്ര അന്വേഷിച്ചെന്നറിയാമോ? ആ ഗ്രാമത്തിൽ ആരെയും കണ്ടെത്താനായില്ല, അദ്ദേഹം വേദനയോടെ പറഞ്ഞു. ഗിറ്റലിന്റെ മരണവാർത്ത മീര വേദനയോടെ അദ്ദേഹത്തെ അറിയിച്ചു. ബംഗറിൽ വെച്ച് മരിച്ച അവരെ പുറത്തേക്ക് മാറ്റുക മാത്രമായിരുന്നു തങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്നും പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്നും അവൾ വിതുമ്പലോടെ പറഞ്ഞു. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ പാവം കുട്ടിയെ രക്ഷിച്ചതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് നിങ്ങളുടെ അഡ്രസ് ഒന്ന് തരാമോ? മീരയുടെ ശമ്പളവും മറ്റ് സെറ്റിൽമെന്റുകളും എനിക്ക് നൽകാനുണ്ട്. ബെന്നിനോടുള്ള നന്ദി വാക്കുകളിൽ ഒതുക്കി മിഖായൽ പറഞ്ഞു. മിഖായൽ, ഞാൻ വെറുമൊരു നിമിത്തം മാത്രം. മീരയുടെ ദൈവം അവളെ രക്ഷിച്ചു. നിങ്ങളുടെ നമ്പർ മീരയ്ക്ക് കൊടുത്തോളൂ. അവൾ ഒരു ജോലിയിൽ സെറ്റായി കഴിയുമ്പോൾ നിങ്ങളെ ബന്ധപ്പെടാമല്ലോ. മീര ഇപ്പോൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവളാണ്. എന്റെ പെങ്ങൾ കേരൻ എനിക്ക് തന്നിട്ട് പോയ എന്റെ അനുജത്തി കുട്ടി. അതുകൊണ്ട് മീരയെ പറ്റി ഓർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. ബെൻ മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സദാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നീ കരയുകയാണോ? നിന്റെ മനസ്സ് നല്ലതായതുകൊണ്ടാണ് എവിടെ ചെന്നാലും നിനക്ക് ഇതുപോലെ സ്നേഹമുള്ളവരെ കിട്ടുന്നത്. ഒരിക്കൽ കൂടി മീരയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് മിഖായൽ നടന്നകന്നു. ബെൻ, നിങ്ങൾക്ക് ഈ തെറ്റായ വഴികളിലൂടെയുള്ള യാത്ര ഒഴിവാക്കിക്കൂടെ? മടക്കയാത്രയിൽ മീര ബെന്നിനോട് മനസ്സിലുണ്ടായിരുന്ന ചോദ്യം ചോദിച്ചു. ബെൻ അവളെ അത്ഭുതത്തോടെ നോക്കി. മീര, നിനക്കിത് തെറ്റായി തോന്നുന്നത് നിന്റെ വിശ്വാസങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് സാധാരണ പുരുഷനെ പോലെ ജീവിക്കാനാകില്ല. ഒരു പെണ്ണിനെ സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എനിക്ക് വേണ്ടത് ഒരു പുരുഷന്റെ സ്നേഹമാണ്. തിരുത്താൻ കഴിയാത്ത വിധം ഞാൻ ഈ ബന്ധത്തിൽ ലയിച്ചുപോയി. മുൻപ് കേരനും ഇത് തന്നെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഇനി അതേപ്പറ്റി നമുക്കൊരു ചർച്ച വേണ്ട. ബെൻ വളരെ വ്യക്തമായി തന്റെ മറുപടി പറഞ്ഞു. വീട്ടിലെത്തിയ ഡാനി വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ് അവരെ എതിരേറ്റത്. മീര, ഞാനിന്നൊരാളെ കണ്ടു. അമേരിക്കക്കാരനാണ്. ഡാഡിയുടെ പഴയ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ഒരാൾ. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പോൾ ഇവിടെ നിനക്ക് പരിചയക്കാരൊക്കെ ആയല്ലേ? അതെന്തായാലും നന്നായി. ഞാൻ പോയി കഴിഞ്ഞാലും നിനക്കൊരു കൂട്ടാവുമല്ലോ. ബെൻ സന്തോഷത്തോടെ ഡാനിയെ നോക്കി. ഹേയ്, അതൊന്നുമല്ല കാര്യം. തന്നെയുമല്ല, ഞാൻ ഇവിടെ ഒരുപാട് ദിവസമൊന്നും തങ്ങാൻ പോകുന്നില്ല. ഡാനി ഗൗരവത്തോടെ തുടർന്നു. അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് മടങ്ങണം. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്? കേരനെ കണ്ടുപിടിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അല്പം നിർത്തിയ ശേഷം അവൻ വീണ്ടും പറഞ്ഞു. പോയാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. അപ്പോഴേക്കും എന്റെ കേരനെ കണ്ടുപിടിച്ച് എനിക്ക് തിരികെ തന്നേക്കണേടാ. ഇപ്പോൾ പോകാതിരുന്നാൽ എനിക്ക് നഷ്ടങ്ങൾ ഒരുപാടാണ്. അവൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഞാനും എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണ്ടേ? ജീവിക്കണമെങ്കിൽ പണം വേണം. ഡാനിയുടെ വാക്കുകളിൽ വികാരങ്ങളെക്കാൾ കൂടുതൽ പ്രായോഗിക ബുദ്ധിയായിരുന്നു നിഴലിച്ചത്. ഡാനിയുടെ ഈ മനോഭാവം മീരയെ ചില കാര്യങ്ങൾ ചിന്തിപ്പിച്ചു. വിദേശികളായ മനുഷ്യർ വേർപാടുകളിൽ പൂർണ്ണമായും തകർന്നു പോകാറില്ല. എത്ര പ്രിയപ്പെട്ടവർ അകന്നു പോയാലും അവർ വേഗത്തിൽ ജീവിതമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങുന്നു. ഉള്ള കാലം സന്തോഷമായി ജീവിക്കുക എന്നതാണല്ലോ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. പ്രണയ പരാജയത്തിന്റെയോ കുടുംബ പ്രശ്നങ്ങളുടെയോ പേരിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ നാട്ടുകാർ ഈ വിദേശ സംസ്കാരത്തെ ശീലിച്ചിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചു പോയി. അല്ല ഡാനി, മടക്കയാത്രയല്ല നിന്റെ സന്തോഷത്തിന് പിന്നിലെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് സസ്പെൻസ് ഇടാതെ കാര്യം വ്യക്തമായി പറ. ബെന്നിന്റെ ചോദ്യമാണ് മീരയെ ചിന്തകളിൽ നിന്നുണർത്തിയത്. മാർക്ക്, ഇംഗ്ലീഷ് വേരുകളുള്ള പക്ക യഹൂദനാണ് അദ്ദേഹം. വർഷത്തിൽ പകുതിയും ഇംഗ്ലണ്ടിലാണെങ്കിലും മെക്സിക്കോ സിറ്റിയിലടക്കം അദ്ദേഹത്തിന് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. ഡാനി ആവേശത്തോടെ വിവരിച്ചു. എന്റെ ഡാനി, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് പിന്നെ കേൾക്കാം. ഇപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ഇതിൽ എന്താണുള്ളതെന്ന് പറ. ബെൻ അക്ഷമനായി. പറയാം. അല്ലെങ്കിലും നിനക്ക് നോവലുകളെക്കാൾ ചെറുകഥകളാണ് ഇഷ്ടമെന്ന് കേരൻ പറഞ്ഞ് എനിക്കറിയാം. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്. അവൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ആ കുട്ടിയെ നോക്കാൻ ഇപ്പോൾ ഒരാളെ ആവശ്യമുണ്ട്. നമ്മുടെ മീരയ്ക്ക് ആ ജോലി അനുയോജ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഡാനിയുടെ ആ വാക്കുകൾ കേട്ടതും എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. ആ കുട്ടിക്കൊപ്പം അമ്മയുണ്ടാകുമോ? ബെന്നിന്റെ ചോദ്യം പെട്ടെന്നായിരുന്നു. മാർക്കും ഭാര്യയും മാസത്തിലൊരിക്കൽ മാത്രമേ ഇസ്രയേൽ സന്ദർശിക്കാറുള്ളൂ. അവർക്ക് താമസിക്കാൻ വേറെ സൗകര്യങ്ങളുമുണ്ട്. എന്താണെന്നറിയില്ല, ആ കുട്ടിക്ക് അമ്മയോട് വലിയ താല്പര്യമില്ല. പക്ഷെ മാർക്കിനെ അവൾക്ക് ജീവനാണ്. ആ കുഞ്ഞിനും കെയർ ഗീവർക്കും താമസിക്കാൻ മാത്രമായി ഒരു വലിയ വീടും തോട്ടവുമുണ്ട്. നീ എന്താണ് അങ്ങനെ ചോദിച്ചത്? ഡാനി തിരിച്ചു തിരക്കി. മറ്റൊന്നുമല്ല, മീരയെ നമുക്കറിയാം. അവൾക്ക് ആരോടും പൊരുതി ജയിക്കാനുള്ള ആത്മധൈര്യമൊന്നുമില്ല. ഇസ്രയേലി സ്ത്രീകൾ പൊതുവെ കഠിന ഹൃദയരാണ്.
മാതാപിതാക്കൾ ഒപ്പമുണ്ടെങ്കിൽ പലപ്പോഴും കെയർ ഗീവർമാർക്ക് അമിത ജോലി ചെയ്യേണ്ടി വരാറുണ്ട്. മീര, അവൾ ഇവിടെ സുരക്ഷിതയായിരിക്കണം. തിരിച്ചു പോകും വരെ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. കേരൻ എനിക്ക് തന്നുപോയ എന്റെ സഹോദരിയെ എനിക്ക് അങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ല. ബെന്നിന്റെ ആ സ്നേഹത്തിന് മുൻപിൽ വീണ്ടും മീര പരാജയപ്പെട്ടു. ബെന്നിന്റെ വ്യക്തിത്വത്തോടും അവന്റെ സ്വത്വത്തോടും തനിക്ക് തോന്നിയ പുച്ഛം എത്ര ചെറുതായിരുന്നുവെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവത്തിന്റെ അനുയായി എന്ന് അവകാശപ്പെടാൻ തനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? സ്നേഹം കൊണ്ട് ബെൻ അവളെ കീഴടക്കി കഴിഞ്ഞു. കേവലം മുൻവിധികളുടെ പേരിൽ ആ മനുഷ്യനെ വെറുത്തത് തന്റെ വലിയ തെറ്റാണെന്ന് അവളുടെ മനസാക്ഷി മന്ത്രിച്ചു. എന്റെ കുഞ്ഞെ, നിനക്ക് എവിടുന്നാണ് ഇത്രയും കണ്ണീർ? എപ്പോഴും ഇങ്ങനെ കരഞ്ഞാൽ ആരെങ്കിലും പൈപ്പിന് പകരം നിന്നെ പിടിച്ച് ഫിറ്റ് ചെയ്ത് കളയുമല്ലോ. ഡാനി അവളുടെ തലയിൽ തമാശ രൂപേണ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഡാ, എന്റെ കൊച്ചിനെ സങ്കടപ്പെടുത്താതെ. മോളെ വാ, നമുക്ക് കുറച്ച് പാചകമുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് എനിക്ക് ലൂയിയെ കാണാൻ പോണം. അത് വളരെ അത്യാവശ്യമാണ്. അല്ലായിരുന്നുവെങ്കിൽ മാർക്കിന്റെ കുഞ്ഞിനെ കാണാൻ ഞാനും വന്നേനെ, ബെൻ വാത്സല്യത്തോടെ പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ ഉടൻ ബെൻ യാത്രയായി. മീരയും ഡാനിയും മാർക്കിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ബെന്നിന്റെ താമസ സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമേ അവിടേക്കുണ്ടായിരുന്നുള്ളൂ. മനോഹരമായ ഒരു പുൽത്തോട്ടത്തിന് നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന അതിമനോഹരമായ ഒരു ബംഗ്ലാവായിരുന്നു അത്. പലതരം പൂച്ചെടികളും പഴവർഗ്ഗങ്ങളും അവിടെ സമർത്ഥമായി വളർന്നു നിൽക്കുന്നു. വാവ്, ഏതൻ തോട്ടം പോലെയുണ്ടല്ലോ. ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന മീരയെ തട്ടിക്കൊണ്ട് ഡാനി ചോദിച്ചു. അതിന് ഡാനി ഏതൻ തോട്ടം കണ്ടിട്ടുണ്ടോ? ആഹാ, അപ്പോൾ നിനക്ക് തമാശയൊക്കെ അറിയാമല്ലേ, ഡാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരെത്തുമ്പോൾ മാർക്ക് വാതിൽ തുറന്ന് അവരെ സ്വീകരിച്ചു. ആഹാ, നിങ്ങളെത്തിയോ? ഞാൻ വിചാരിച്ചു നാളെ വരൂ എന്ന്. നല്ല കാര്യങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഉടനെ ഇറങ്ങി. വന്നത് ബുദ്ധിമുട്ടായോ? ഡാനി ചെറുതായി അപ്പോളജി ചെയ്തുകൊണ്ട് ചോദിച്ചു. ഒരിക്കലുമില്ല, കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയേനെ. ആ കാണുന്നതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഇത് മോളുടെയും കെയർ ഗിവറുടെയും വീടാണ്. നമുക്ക് മോളെ കാണേണ്ടേ? അത് പറഞ്ഞുകൊണ്ട് മാർക്ക് അവർക്ക് മുന്നേ നടന്നു. വീടിന്റെ വലിപ്പവും ആധുനികതയും മീരയെ അമ്പരിപ്പിച്ചു. കൊട്ടാരം പോലുള്ള ആ വീടിനുള്ളിൽ വിലപിടിച്ച ഫർണിച്ചറുകളും സാങ്കേതിക വിദ്യകളും നിറഞ്ഞു നിന്നു. ദാ, ഇതാണ് മോളുടെ മുറി. മാർക്ക് ഒരു വലിയ മുറി അവർക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഐറിൻ, ഇത് മീര, മോളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. അത് പറഞ്ഞിട്ട് മാർക്ക് ഡാനിയും കൂട്ടി പുറത്തേക്ക് പോയി. ഹായ് മീര, മോൾക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ സഹായം വേണം. നേരിയ ചലനങ്ങളല്ലാതെ മറ്റൊന്നും അവൾക്ക് സ്വയം ചെയ്യാനാവില്ല. പക്ഷെ കുറുമ്പൽപ്പം കൂടുതലാണ്. കുഞ്ഞിനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഐറിൻ പറഞ്ഞു. മീര ആ കുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും ആ കുട്ടി മുഖം തിരിച്ചു. ഐറിൻ, എന്തിനാണ് ഈ ജോലി വിട്ടു പോകുന്നത്? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മീരയ്ക്കത് ചോദിക്കാതിരിക്കാനായില്ല. ഐറിൻ വിരുമ്മിക്കൊണ്ട് മറുപടി പറഞ്ഞു. 8 വർഷമായി ഞാൻ ഈ കുഞ്ഞിനെ നോക്കുന്നു. എന്റെ കയ്യിൽ വളർന്നവളാണ്. പക്ഷെ ഇപ്പോൾ നാട്ടിലേക്ക് പോകാതെ എനിക്ക് നിവൃത്തിയില്ല. എനിക്കും ഇതേ പ്രായത്തിലുള്ള ഒരു മകളുണ്ട്. അവൾക്ക് ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു. അവളിപ്പോൾ ICUവിലാണ്. ഈ മോളെ ഒറ്റയ്ക്കാക്കാതിരിക്കാനാണ് ഞാൻ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്. അവളില്ലാത്ത ലോകത്ത് എനിക്ക് എന്തിനാണ് ഈ ജോലി? അത് പറഞ്ഞ് ഐറിൻ പൊട്ടിക്കരഞ്ഞു. റിലാക്സ് ഐറിൻ, എല്ലാം ശരിയാകും, മീര അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കരച്ചിലടക്കി ഐറിൻ ജോലി വിശദീകരിച്ചു. നമ്മുടെ ജോലി കുഞ്ഞിനെ നോക്കുക എന്നത് മാത്രമാണ്. ആ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തരുത്. 24 മണിക്കൂറും ഇവിടെ ക്യാമറ നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് സുരക്ഷയെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. മാർക്ക് എവിടെയാണെങ്കിലും എല്ലാം നിരീക്ഷിക്കുന്നുണ്ടാകും. അപ്പോൾ ക്ലീനിങ്ങും പാചകവും? മീര തിരക്കി. അതിനൊക്കെ വേറെ ആളുകളുണ്ട്. അവർ പുറത്താണ് താമസം. അകത്തെ ജോലിക്ക് വരുന്ന സ്ത്രീ ഇവിടെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കൂ. അപ്പോഴേക്കും മാർക്ക് അവിടേക്ക് വന്നു. മീര, എന്റെ മോളെ നിനക്ക് ഇഷ്ടമായോ? നിന്നെ പോലെ ഒരാളെ കിട്ടിയാൽ പാവം ഐറിനെ എനിക്ക് നാട്ടിലേക്ക് അയക്കാമായിരുന്നു, അദ്ദേഹം വാത്സല്യത്തോടെ ചോദിച്ചു. എനിക്ക് മോളെ ഒരുപാട് ഇഷ്ടമായി. പക്ഷെ മോൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? അതാണ് അറിയേണ്ടത്. മുഖം തിരിച്ചിരിക്കുന്ന കുഞ്ഞിനെ നോക്കി മീര ചോദിച്ചു. അത് സാരമില്ല മീര, പുതിയ കാര്യങ്ങളോട് അവൾ പൊരുത്തപ്പെടാൻ സമയമെടുക്കും. മീരയ്ക്ക് സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാം. ഡാനി നിന്നെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. യുദ്ധഭൂമിയിൽ ആ വൃത്തിയെ രക്ഷിക്കാൻ നീ കാണിച്ച സ്നേഹം, അത് മാത്രം മതി നിന്റെ നന്മ തിരിച്ചറിയാൻ. മാർക്കിന്റെ വാക്കുകളിൽ എന്തെന്നില്ലാത്ത ആദരവുണ്ടായിരുന്നു. മാർക്ക്, ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുക എന്നത് മീരയ്ക്ക് അല്പം ബുദ്ധിമുട്ടാകും. കാരണം അവളുടെ കയ്യിൽ ഇപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. വില്ലേജിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ എന്റെ കെയറിന്റെ വസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത്. അത്യാവശ്യ സാധനങ്ങളെങ്കിലും വാങ്ങണ്ടേ? ഡാനി തന്റെ ആശങ്ക പങ്കുവെച്ചു.
ഏയ്, അതേപറ്റി ഓർത്ത് വിഷമിക്കേണ്ട. മാർക്ക് ഉടൻ തന്നെ തന്റെ ക്രെഡിറ്റ് കാർഡ് ഡാനിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ദേ, ഈ കാർഡ് എടുത്തോളൂ. എന്റെ ഡ്രൈവറെയും കൂട്ടി പോയി മീരയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കോ. വാങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാം നിലവാരമുള്ളത് തന്നെയാകണം. എന്റെ മകളുടെ കൂടെ നിൽക്കുന്ന കുട്ടി എനിക്ക് എന്റെ മകളെ പോലെയാണ്. ആ പരിഗണന അവൾക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പോയി ഐറിന്റെ പേപ്പറുകൾ ശരിയാക്കട്ടെ. മാർക്ക് തിടുക്കത്തിൽ തന്റെ ഓഫീസ് മുറിയിലേക്ക് നടന്നു. 2 അടി മുന്നോട്ട് പോയ ശേഷം അദ്ദേഹം പെട്ടെന്ന് തിരികെ വന്നു. ഒരു കാര്യം പറയാൻ മറന്നു. താങ്ക്സ് ഡാനി. മീര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബെന്നിനും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് അവളെ കാണാം. നിങ്ങൾക്ക് അവൾ എത്രത്തോളം പ്രിയപ്പെട്ടവളാണെന്ന് എനിക്ക് മനസ്സിലാകും. മാർക്കിന്റെ ആ വാക്കുകൾ അവർക്ക് വലിയ ആശ്വാസമായി. വസ്ത്രങ്ങളും മറ്റു അവശ്യ സാധനങ്ങളും വാങ്ങി പുറത്തിറങ്ങുമ്പോൾ ഡാനിയുടെ മുഖത്ത് ഒരു വിഷാദം പടർന്നിരുന്നു. മീര, നമ്മളിനി എന്നാണ് കാണുന്നത്? നീ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പുറത്തിറങ്ങാൻ അധിക സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല, അവൻ വേദനയോടെ പറഞ്ഞു. അതിന് ഡാനിയും ഇവിടെ നിൽക്കുന്നില്ലല്ലോ. പോയിട്ട് വേഗം മടങ്ങി വരൂ. അപ്പോഴേക്കും കേരളം തിരിച്ചെത്തും. പിന്നെ മാർക്ക് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന്. അതിലൊക്കെ ഉപരി ജോലിക്ക് കയറും മുമ്പ് എനിക്ക് ബെന്നിനെ ഒന്ന് കാണണം. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങണം. എനിക്കിപ്പോൾ അദ്ദേഹം ഒരു ജ്യേഷ്ഠനെ പോലെയാണ്. മീര തന്റെ തീരുമാനം അറിയിച്ചു. മാർക്കിന്റെ വീട്ടിൽ സാധനങ്ങൾ എത്തിച്ച ശേഷം അവർ നേരെ ബെന്നിന്റെ അടുത്തേക്ക് പോയി. അന്ന് രാത്രിയിലെ ഭക്ഷണം കൂടി അവർക്കൊപ്പം കഴിക്കാമെന്ന് മീര സമ്മതിച്ചു. ആ ഭക്ഷണത്തിന് ശേഷം യാത്ര പറയുമ്പോൾ മീരയുടെ ഉള്ളം വിങ്ങുകയായിരുന്നു. ആരുമില്ലാതിരുന്ന തനിക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ ആരൊക്കെയോ ആയി മാറിയിരിക്കുന്നു. അയ്യേ മോളെ, നീ വീണ്ടും കരയുകയാണോ? ബെൻ അവളെ ചേർത്ത് പിടിച്ചു. മോളെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. എന്താവശ്യമുണ്ടെങ്കിലും ഈ ഏട്ടന്റെ അടുത്തേക്ക് ഓടിപ്പോന്നോളൂ. ഡാനിയും ഉടനെ തന്നെ തിരികെ എത്തും. അതുകൊണ്ട് ഇതൊരു വേർപാടല്ല. എന്റെ കൊച്ചു നന്നായി ജോലി ചെയ്ത് പണം സമ്പാദിച്ച് നാട്ടിലേക്ക് പോകാൻ നോക്ക്. എന്നിട്ട് വേണം എനിക്കൊന്ന് ഇന്ത്യ സന്ദർശിക്കാൻ. ബെന്നിന്റെ വാക്കുകളിലെ ലാളന ആവോളം ആസ്വദിച്ചുകൊണ്ട് മീര ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവനോട് ചേർന്ന് നിന്നു. അന്ന് രാത്രി തന്നെ അവർ മീരയെ മാർക്കിന്റെ കൊട്ടാരം പോലുള്ള വീട്ടിൽ കൊണ്ടാക്കി. വിട വാങ്ങാൻ നേരത്ത് ഐറിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. മെറി, ഇതാരാണെന്ന് നോക്കിക്കേ. ഇനി ഐറിന് പകരം മീരയാണ് നിന്നെ നോക്കാൻ പോകുന്നത്. ഐറിന് നാട്ടിൽ പോകാതെ പറ്റില്ല മോളെ. ഐറിൻ പറഞ്ഞു നിർത്തിയപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്തും സങ്കടം നെല്ലിക്കുന്നു മീര കണ്ടു. മാർക്ക് മീരയെ അരികിലേക്ക് വിളിച്ചു. മീര, മെറിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി എഴുതി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി വായിച്ചു മനസ്സിലാക്കണം. ഈ രാത്രിയിൽ നിങ്ങളെ തനിച്ചാക്കി പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഐറിന്റെ ഫ്ലൈറ്റ് 2:30-ക്കാണ്. അവളെ യാത്രയാക്കിയ ശേഷം എനിക്ക് US-ലേക്ക് പോകണം. ഐറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് മാർക്ക് അവളെയും കൂട്ടി വിമാനത്താവളത്തിലേക്ക് തിരിച്ചു. എല്ലാവരും പോയപ്പോൾ ആ വലിയ വീട്ടിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. ഹായ് മെറി. മീര പതുക്കെ മെറിയുടെ കട്ടിലിന്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവളെ വിളിച്ചു. പക്ഷെ മെറി ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു കളഞ്ഞു. മീര വേദനയോടെ പതുക്കെ എഴുന്നേറ്റ് മാർക്ക് വെച്ചിരുന്ന പേപ്പറുകൾ എടുത്തു വായിച്ചു. ഗുരുതരമായ ഒരു നാഡീരോഗമാണ് മെറിക്ക്. 1 വയസ്സുള്ളപ്പോൾ ഉണ്ടായ ഒരു അപകടമാണ് മെറിയുടെ ജീവിതം മാറ്റിമറിച്ചത്. മാസങ്ങൾക്ക് ശേഷം മെറിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. മസിലുകൾ ക്ഷയിച്ച് സംസാരശേഷി നഷ്ടപ്പെട്ട് അവൾ കട്ടിലായി. മകളുടെ ആ അവസ്ഥ കണ്ട് സഹിക്കാനാകാതെ അവളുടെ അമ്മ ബിസിനസ്സിലേക്ക് ശ്രദ്ധ തിരിച്ചു. പതുക്കെ പതുക്കെ മകൾ അവളിൽ നിന്നും അകന്നു. അമ്മയെ കാണുന്നത് തന്നെ മെറിക്ക് വല്ലാത്ത ദേഷ്യമാണ്. അവളെപ്പറ്റി പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് മീര പതുക്കെ മെറിയുടെ മുറിയിലേക്ക് മടങ്ങി ചെന്നു. മെറി, നമ്മുടെ 2 പേരുടെയും പേരിന് 2 അക്ഷരമേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. അതൊക്കെ പതുക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം എന്റെ പേരൊന്ന് കണ്ടുപിടിക്കാമോ? മീര റൈറ്റിംഗ് ബോർഡ് അവൾക്ക് നേരെ നീട്ടി. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മെറി ആ ബോർഡിൽ അവ്യക്തമായ അക്ഷരങ്ങൾ കൊണ്ട് മീര എന്നെഴുതി. ആഹാ, കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ, മിടുക്കി കുട്ടി. മീര വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അപ്പോൾ ആ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരി വിരിഞ്ഞു. മെറി, എനിക്ക് നിന്നെപ്പറ്റി ഒന്നും അറിയില്ല. നീ തന്നെ വേണം മീരയ്ക്കെല്ലാം പറഞ്ഞു തരാൻ. ഡീൽ? മീര അവൾക്ക് നേരെ കൈനീട്ടി. മേരി തന്റെ കൈകൾ പതുക്കെ ഉയർത്താൻ ശ്രമിച്ചു. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ മീര വേഗം ആ കൈകൾ കവർന്നു പിടിച്ചു. രാത്രി 10 മണിയായപ്പോൾ മാർക്കിന്റെ ഫോൺ വന്നു. മീര, ഞങ്ങളിപ്പോൾ എയർപോർട്ടിലാണ്. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മോളുടെ മുറിയോട് ചേർന്നുള്ള മുറിയിലാണ് നിനക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ ഹാൻഡ് ബെൽ അടിച്ചോളൂ. മാർക്ക്, എനിക്ക് മോളുടെ കൂടെ തന്നെ കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. വിരോധമില്ലല്ലോ? മീര ചോദിച്ചു.
എനിക്ക് വിരോധമൊന്നുമില്ല മീര, പക്ഷേ അത് മോൾക്ക് ഇഷ്ടമാകുമോ എന്ന് ചോദിക്കണം. അവളുടെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. പിന്നെ നിനക്ക് വീട്ടിലേക്ക് വിളിക്കാൻ ഈ ഫോൺ തന്നെ ഉപയോഗിക്കാം. മകനെ വിളിച്ച് ദിവസവും സംസാരിക്കണം. ബില്ലിനെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ട, മാർക്ക് സ്നേഹത്തോടെ പറഞ്ഞു. മാർക്കിന്റെ സംസാരം കഴിഞ്ഞപ്പോൾ അടുക്കള ജോലി ചെയ്യുന്ന സിഗാൾ അവിടേക്ക് വന്നു. മീര, ഞാൻ സിഗാൾ. വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിത്തരാം. അതൊന്നും കുഴപ്പമില്ല സിഗാൾ, നമുക്ക് നാളെ കൂടുതൽ സംസാരിക്കാം. ഇപ്പോൾ പൊയ്ക്കോളൂ. മീര പുഞ്ചിരിയോടെ അവരെ യാത്രയാക്കി. മുറിയിൽ തിരിച്ചെത്തിയ മീര മെറിയെ നോക്കി. മെറി, മീരയ്ക്കും ഈ പ്രായത്തിലൊരു മോനുണ്ട്. ഞങ്ങൾ എന്നും രാത്രി കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങാറുള്ളത്. എനിക്കും ഈ മുറിയിൽ തന്നെ കിടക്കാനാണ് ആഗ്രഹം. ഞാനും കൂടെ നിന്നോടൊപ്പം കിടന്നോട്ടെ. അവൾ പ്രതീക്ഷയോടെ മെറിയെ നോക്കി. മെറിയിൽ നിന്നും മറുപടിയൊന്നും വരാത്തത് കൊണ്ട് മീര പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. മെറി കട്ടിലിൽ കൈകൾ കൊണ്ടടിച്ച് ശബ്ദമുണ്ടാക്കുകയാണ്. തന്നെ കൂടെ കിടക്കാൻ വിളിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മീര സന്തോഷത്തോടെ ഓടിച്ചെന്ന് മെറിയെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം രണ്ട് ഏകാന്ത മനസ്സുകൾക്കിടയിൽ പുതിയൊരു സ്നേഹബന്ധം നാമ്പിടുകയായിരുന്നു. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.